ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെലോ ഡെസ്ക് ഡയറീസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും വെരി ഫ്യൂ കമൻസിൽ നിന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എത്രാം ക്ലാസ്സിലാണ് എന്നാണ്, പിന്നെ ഞാൻ 10th എന്നാണ്. യെസ് ഗൈസ്, ഐ ആം ഇൻ 10th സ്റ്റാൻഡേർഡ്. പിന്നെ ഞാൻ SSLC സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മാത്സ് ടെക്സ്റ്റും കാണിച്ചു തരാൻ വിചാരിച്ചു. സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് നല്ല പരിചയമുള്ള ടെക്സ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നല്ല 4th ലെസൺ കഴിഞ്ഞു. 5th ലെസൺ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എടുക്കാൻ പോണേ ഉള്ളൂ. പിന്നെ പണ്ട് മുതൽ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് കാണുന്ന ഷോർട്സ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ സൈലം അസ്ത്ര ബച്ചിച്ച സ്റ്റുഡൻ്റാണ്. അസ്ത്ര 1.0 സോ ഇതെൻ്റെ സൈലത്തിൻ്റെ മാത്സ് നോട്ടാണ് കേട്ടോ. ഞാൻ ഏപ്രിലിൽ ജോയിൻ ചെയ്തതാണ്. സോ ഈ ബുക്കിൽ ഞാൻ 3 ലെസൺ എഴുതിയിട്ടുണ്ട്. 3rd ലെസണും 2nd ലെസണും 4th ലെസണുമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൽ എനിക്ക് സൈലത്തിൽ ചേർന്നുള്ള ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയതാണ്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് പഠിക്കാമല്ലോ. നോർമലി ഒരു ട്യൂഷൻ പോലെയല്ല, ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാസ് പെൻഡിങ്ങും ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഈ നോട്ടിലാണ് ഫസ്റ്റ് ലെസൺ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ നോട്ടിലാണ് ഞാൻ ഇപ്പം സൈലത്തിന് ഇംഗ്ലീഷ് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ നോട്ടിൽ ഞാൻ കൂടുതൽ പെൻസിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയറായി കാണുന്നുണ്ടാവില്ല. ബിക്കോസ് ഞാൻ ഈ ക്ലാസ് കണ്ടിട്ടിരിക്കുമ്പോൾ ഒന്ന് പൗസ് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്സ് ഒക്കെ ചെയ്ത് നോക്കും. എന്നിട്ട് വീണ്ടും ക്ലാസ് കണ്ടിട്ട് ശരിയൊക്കെ ചെയ്യുക. ബാക്കി ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സൈലത്തിൻ്റെ നോട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ സൈലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സ്കൂളിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എടുക്കാനായി. പക്ഷേ ഞാൻ സൈലത്തിൻ്റെ നോർമലായിട്ട് യൂട്യൂബ് ലൈവ്, പബ്ലിക് ലൈവ് എടുത്ത് നോക്കിയപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്റർ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും പബ്ലിക് ലൈവ് കാണുന്നവർക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അതിൻ്റെ സ്കൂളിൻ്റെ ഒപ്പം പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അതാണ്. പിന്നൊരു കാര്യം, എൻ്റെ സ്കൂളിലൊക്കെ ആണെങ്കിൽ 10th എത്തിയത് കൊണ്ട് തന്നെ സിലബസ് ഭയങ്കര സ്പീഡിൽ എടുത്തു പോകുന്നുണ്ട്. 2 മാസം കൊണ്ട് തന്നെ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. 5ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയും ചെയ്തു. പക്ഷേ സൈലത്തിൽ പബ്ലിക് ലൈവിൽ നോർമലായിട്ടുള്ള ഒരു സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് സൈലത്തിൻ്റെ ക്ലാസ്സിനെയും മാത്സ് ക്ലാസ്സിനെയും കുറിച്ചിട്ടാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.